Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ഫോർട്ട് കൊച്ചി. കൊച്ചി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഫോർട്ട് കൊച്ചി എന്ന സ്ഥലമാണ്. വിദേശികൾ ആദ്യമായി കൊച്ചിയിൽ വന്നിറങ്ങിയ നഗരം. പഴമയും പുതുമയും കൂടിക്കലർന്ന് ഫോർട്ട് കൊച്ചി ഇന്നും വിദേശികളെ സ്വാഗതം ചെയ്തുകൊണ്ട് തിളങ്ങുന്നു. കൊച്ചിയിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ കോട്ട കെട്ടി ഭരണം തുടങ്ങിയപ്പോഴാണ് കൊച്ചിക്ക് ഫോർട്ട് കൊച്ചി എന്ന് പേരുണ്ടായത്. പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച ഡച്ചുകാർ കോട്ട മുഴുവൻ പൊളിച്ച് ഭരണം പിടിച്ചെടുത്തപ്പോഴും ഫോർട്ട് കൊച്ചി എന്ന പേര് മാഞ്ഞില്ല. ശേഷം ഇംഗ്ലീഷുകാരും വന്നപ്പോൾ അവരുടെ നാവിന്മേലും ഫോർട്ട് കൊച്ചി തിളങ്ങി. അങ്ങനെ കോട്ടകളൊന്നും തന്നെ ഇല്ലാത്ത നഗരമായി കൊച്ചി എന്ന ഫോർട്ട് കൊച്ചി. ഈ നഗരമാണ് കേരളത്തിലെ ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ദേശം. അറബിക്കടലിന്റെ തീരത്തുണ്ടായിരുന്ന ഒരു ദേശം വിദേശികളെ കൊണ്ട് മെരുക്കി മെനഞ്ഞ് കൊച്ചിയുടെ സമ്പത്തും ജീവിതവും ഉയർത്തി. വിദേശ സംസ്കാരത്തിന്റെ ഇനിയും വിട്ടുമാറാത്ത ചുവ കൊച്ചിയിൽ അവശേഷിക്കുന്നത് കുറച്ചു തെരുവുകൾക്ക് മാത്രമാണ്. ആ തെരുവുകൾ കാത്തുകിടക്കുന്നത് കൊച്ചിയുടെ പഴയകാല ചരിത്രം കേട്ടറിഞ്ഞു വരുന്നവരെയാണ്. കേട്ടറിഞ്ഞു മാത്രം അറിയേണ്ട നാടല്ല ഫോർട്ട് കൊച്ചി. വന്ന് കണ്ടറിഞ്ഞാലേ കൊച്ചിയിലെ വിദേശ നഗരിയുടെ ആസ്വാദനം പൂർണ്ണമാകും. സീ കേരളം സൂപ്പർ ബമ്പർ ഇന്ന് എത്തി നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. കലയും കലാകാരന്മാരും വന്നു നിറയുന്ന, ആസ്വാദകർ വന്നു നിറയുന്ന നഗരം, ബിനാലയുടെ നഗരം. കൊച്ചിയിൽ ഇന്ന് പൊടിപാറിയ പൊടിപൂരവുമായി സീ കേരളം സൂപ്പർ ബമ്പർ പണപ്പെട്ടി തുറക്കുകയാണ്. സീ കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. സ്നേഹിച്ചാൽ ഹൃദയം പറിച്ചു തരുന്ന നാടാണ് ഫോർട്ട് കൊച്ചി. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയുള്ള മനസ്സുള്ള സ്നേഹിക്കുന്ന ഒരുപാട് ചങ്കുകളുള്ള നാടാണ് കൊച്ചി. ഗവർമാൻ അതാണ് കൊച്ചി. കൊച്ചിക്ക് മുഖംമൂടികളൊന്നുമില്ല. ഇതാണ് കൊച്ചി. ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്ന നാട് തന്നെയാണ് കൊച്ചി. എന്ത് ചെയ്യുന്നു ബൈ? സുൽഫി എന്ത് ചെയ്യുന്നു? റെസ്റ്റോറന്റ് ആണ്. എങ്ങനെയുണ്ട് ബിപിൻ? അടുത്ത ആളാരാണ്? സൂര്യ എന്ത് ചെയ്യുന്നു? എന്താണ് പേര്? റിയ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? നമുക്ക് ഗെയിമിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആദ്യത്തെ ഗെയിമിലേക്ക് വരാൻ പോണത് എന്ന് നമുക്കൊന്ന് സംശയമുണ്ട്. അതിനായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുന്നത് ആദ്യം പറയാൻ കഴിയുന്നവർ ആദ്യം കൈവക്കുക. ഓക്കെ, ചോദിക്കട്ടെ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന മലയാളത്തിൽ ഒരേ ഒരു വാക്ക് ആരും പറഞ്ഞു കൊടുക്കരുത്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന മലയാളത്തിൽ ഒരേ ഒരു വാക്ക് ഏതാണ്? പറയൂ, ആരും പറഞ്ഞു കൊടുക്കരുത്. ഏതാണ്? രാരീരം. തീർച്ചയായിട്ടും രാരീരം. തെറ്റായ ഉത്തരമാണ്. രാരീരമല്ല. എന്താണ്? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന മലയാളത്തിൽ ഒരേ ഒരു വാക്ക് അറിയില്ല. രണ്ടരയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ കണ്ടസ്റ്റന്റ് രണ്ടര എന്ന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഒരേ ഒരു വാക്ക് രണ്ടര അല്ലേ? ഏതായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് നമുക്ക് നോക്കണം. ഇതെന്താണ് നിങ്ങൾക്കുള്ള പണി, ഏത് ഗെയിമാണ് നിങ്ങൾക്ക് പോകാൻ പോകുന്നത് എന്ന് നോക്കാം. അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രമാണ് അടുത്ത ഗെയിമിലേക്ക് പോകണം. ആദ്യത്തെ ഗെയിം കളിക്കാൻ താങ്കളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. പേര് ഒന്നുകൂടെ പറഞ്ഞോളൂ ഉറക്കെ. ജോബിൻ ജോസഫ്. എന്തായാലും നമുക്ക് ജോബിൻ ജോസഫെ നമുക്ക് ഒരെണ്ണം എടുക്കാം. എൻ്റെ ഒന്ന് റെഡിയല്ലേ? തുറന്നെടുത്തോളൂ. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് കോരിപ്പിടുത്തം ഗെയിം എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, എന്ത് സൂപ്പർ ബമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്.
മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. 5ാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. 6ാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കാം. എന്തായാലും അതിനു മുന്നേ ആരെങ്കിലും പാട്ട് പാടുന്നവരോ അങ്ങനെയുള്ള കലാപരിപാടികളുള്ളവരോ ആരെങ്കിലും ഉണ്ടോ? ഇത്ത പാടുവോ? പാടില്ല. ഇവിടെ പാടുന്നവരാരെങ്കിലും ഉണ്ടോ? ആരാണ്? വിളിക്ക് വരൂ. എത്തില്ല. താങ്ക് യു. നമുക്ക് വേണ്ടി ഒരു ഗാനം ഷെമീൻ ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിന്റെ നാടാണ് കൊച്ചി. സംഗീതത്തിന്റെ ഒരു കേന്ദ്രമാണ്. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ് ഫോർട്ട് കൊച്ചി. സംഗീതത്തെ ആസ്വദിക്കുന്ന, സംഗീതം ആലപിക്കുന്നവരും സംഗീതത്തെ സ്നേഹിക്കുന്നവരും ഒക്കെയുള്ള കൊച്ചിയിലാണ് നമുക്കിന്ന് വരാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് തുടങ്ങൂല്ലേ? റെഡി? जाने जहां ढूंढती है काफिर आंखें किसका निशान. ओ हसीना जुल्फों वाली जाने जहां ढूंढती है काफिर आंखें किसका निशान. महफिल महफिल ए शमा फिरती हो कहाँ. महफिल ए शमा फिरती हो कहाँ. वो अनजाना ढूंढती हूँ, वो दीवाना ढूंढती हूँ. जलाकर जो छिप रहा है वो परवाना ढूंढती हूँ. താങ്ക് യു. അപ്പം ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും പാട്ട് പഠിക്കുന്നുണ്ടോ? അതോ ഇല്ല? ഹസ്ബൻഡ് പാടുവോ? പാടില്ല. പാട്ട് പാടി കേൾപ്പിക്കും അല്ലേ? ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും ഒരു ചെറിയ സമ്മാനം ഉണ്ട്. ഇത് കൊണ്ടുപോയി ഇത് പ്രിയതമന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. ഗെയിമിന്റെ പേര് കോരിപ്പിടുത്തം. കളിക്കാൻ ജോബിൻ റെഡിയാണ്. 120 സെക്കൻഡിനുള്ളിൽ 30 ബോള് ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഇടുക. ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി ഇടുക. എത്ര സെക്കൻഡാണുള്ളത്? 120 സെക്കൻഡിനുള്ളിൽ 30 ബോളാണ് ഉള്ളത്. നമുക്ക് തുടങ്ങുമല്ലേ? അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ജോബിനാണ് കളിക്കാൻ പോകുന്നത്. 120 സെക്കൻഡിനുള്ളിൽ 30 ബോളാണ് ഒരു കൈ കൊണ്ടെടുത്ത് ഈ പാത്രത്തിൽ ഇടേണ്ടത്. ജോബിൻ റെഡിയല്ലേ? തവർമൻ റെഡിയല്ലേ? പഞ്ചല്ലേ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? നമ്മൾ തുടങ്ങുകയാണ്. കൗണ്ട് ഡൗൺ. റെഡി? ആഞ്ഞു പിടിച്ചേ, പ്രോത്സാഹിപ്പിക്കേ, കയ്യടി പോരാ. സമയം മാക്സിമം വലിച്ചു പിടിക്കേ. അതെ, സമയം മാക്സിമം പിടിക്കും. 120 സെക്കൻഡാണ് സമയം. ആൾക്കാരുടെ കയ്യടി നിങ്ങളുടെ പ്രോത്സാഹനമാണ്. കൊച്ചിയുടെ പ്രോത്സാഹനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട തലവന്മാര് വിജയമായി പോകുന്നത്. റെഡി? അഞ്ഞു പിടിക്ക. 1 മിനിറ്റായി. വെരി ഗുഡ്. കയ്യടി പ്രോത്സാഹനം. ഗംഭീരം, അതിഗംഭീരം. അടിപൊളിയായിട്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഇത്ര പ്രതീക്ഷയില്ല. ഓക്കെ, നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13
14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32. 1000 രൂപയാണ് നമ്മുടെ പ്രിയങ്കരനായ ടവർമാന് ആദ്യത്തെ സമ്മാനം. നമ്മുടെ പ്രിയങ്കരനായ ജോബിൻ ടവർമാന് 1000 രൂപയാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. പണപ്പെട്ടിയിൽ നിന്നും 1000 രൂപ ജോബിന് കൊടുക്കുകയാണ്. ഓക്കേ, അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയാണോ? യെസ്, അടുത്ത ഗെയിം തുടങ്ങാം. നമ്മൾ മുമ്പ് 120 സെക്കൻഡ് ആയിരുന്നു കളിച്ചത്. ഇനി 100 സെക്കൻഡാണ് സമയം. അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ റെഡി ആണെങ്കിൽ അടുത്ത ഗെയിമിലേക്ക് പോകാം. ഈ പൈസ എന്തായാലും നിങ്ങൾക്ക് ഉള്ളതാണ്. ഓക്കെ ആണ്, അതായിരുന്നു സംശയം അല്ലേ? വിളിച്ച് ഓക്കെ. ജോമിൻ, ഓട്ടോ എവിടെ കിടന്നാണ് ഓടുന്നത്? ഇവിടെ തന്നെ. എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നു? ഒരു 10 വർഷം. 10 വർഷമായിട്ട് കാറെല്ലാം ഓടിക്കും. ഓട്ടോയാണ് മെയിൻ. ഓക്കെ ഓക്കെ. ഏതായാലും നമുക്ക് അടുത്ത ഗെയിം എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. അടുത്ത ഗെയിമിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ജോബിൻ ടവർമാന് സമ്മാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ഓക്കെ, ഏതായാലും അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ ടവർമാൻ റെഡിയല്ലേ? ഓക്കെ, വാ. അടുത്ത ഗെയിമിന്റെ പേരാണ് ഉണ്ണി നീ എവിടെ എന്നാണ് നമുക്ക് നോക്കാം. ഏതായാലും കാത്തിരിക്കാം. അടുത്ത ഗെയിമിലേക്ക് പോകാം. ഉണ്ണി നീ എവിടെ? ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഏകദേശം നമുക്ക് കറക്റ്റ് ടൈം 100 സെക്കൻഡ് ആണുള്ളത്. 100 സെക്കൻഡിൽ 8 മുട്ട ഇതിനകത്ത് പൊട്ടിച്ചിടണം. 8 മുട്ട പൊട്ടിച്ചിട്ടിട്ട് 2 ഉണ്ണി മാത്രം വേർതിരിച്ച് 2 ഉണ്ണി വീതം ഓരോ ബൗളിൽ ഇടുക 100 സെക്കൻഡിനുള്ളിൽ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഉണ്ണി നീ എവിടെ? ഉണ്ണി മാത്രം. ഉണ്ണി മാത്രം. അത് പാടില്ല. ഉണ്ണി മാത്രമായിട്ട് എടുക്കണം. ഉണ്ണി മാത്രമായിട്ട് മറ്റേ പാടില്ല. വലിച്ചു പിടിക്കുക. 20 സെക്കൻഡ്. ഓക്കെ, 100 സെക്കൻഡാണ് നമുക്കുള്ള സമയം. ഓക്കെ, അഞ്ചു പിടിക്കുക. ഉണ്ണി മാത്രം. അങ്ങനെ. ഓക്കെ, രണ്ടാമത്തെ 30 സെക്കൻഡ്. കയ്യടി പോരാ. ഉണ്ണി മാത്രം. 40 സെക്കൻഡായി. ഉണ്ണി മാത്രം. ഓക്കെ, അടുത്തത് 50 സെക്കൻഡ് ആയിരിക്കുകയാണ്. ഉണ്ണി മാത്രം. കയ്യടി. മാക്സ് പിടിക്കുക. ഓക്കെ, അടുത്ത് ജോബനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, 30 സെക്കൻഡ് മാത്രം. കളിക്ക. 30 സെക്കൻഡ് മാത്രം. റെസ്റ്റ് എടുത്തു. കയ്യടിക്ക. ഓക്കെ, അതെ. ഓക്കെ, 20 സെക്കൻഡ്. ഓക്കെ, ഉണ്ണി മാത്രം. 10 സെക്കൻഡ്. ജയിച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? കയ്യടി പോരാ. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരനായ ടവർമാൻ, താങ്ക് യു. ജോബിനെ സന്തോഷമായല്ലേ? മുട്ട കറക്റ്റ് ആയിട്ട് എടുത്തു. ഒരുപാട് രസകരമായിട്ട് തന്നെ എടുത്തു. ഏതായാലും നമുക്ക് 2000 രൂപ ജോബിന് ഇപ്പോൾ സമ്മാനമുണ്ട്. മൂന്നാമത്തെ അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണെന്നല്ലേ പറഞ്ഞത്? ഇത്രയും പേരുള്ളല്ലേ, നമുക്ക് പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഗെയിം ജയിക്കുകയാണെങ്കിൽ ജോബിന് കിട്ടുന്നത് 3000 രൂപയാണ്. ഇതിൽ തോറ്റാൽ പഴയ 1000 രൂപ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഗെയിമിലേക്ക് പോകാം അല്ലേ? റെഡിയാണ്. നമുക്ക് നോക്കാം പണിപ്പെട്ടിയിൽ എന്താണുള്ളത്. ജോബിനെ കാത്തുനിന്ന് നോക്കാം. വരൂ ജോബിനെ. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ചീട്ടും കൊണ്ടോട്ടം. അപ്പൊ നമ്മുടെ അടുത്ത ഗെയിം ചീട്ടും കൊണ്ടോട്ടമാണ്. ചീട്ടുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഓക്കെ, വരൂ. ചീട്ടുകളി ഉണ്ടോ? മാജിക് കാണിക്കും. ഓക്കെ, ഈ ചീട്ട് മതിയോ മാജിക് കാണിക്കാൻ? എന്നാ വാ. എന്ത് മാജിക്കാണ് കാണിക്കാൻ പോണത്? നോർമൽ മാജിക്. ഓക്കെ, മൈക്ക് ഒന്ന് പിടിച്ചു കൊടുത്തേ ജോബിനെ. 1 2 3 4 5 6 7 8 9 10. ഞാൻ കൗണ്ട് ചെയ്യണം.
1 2 3 4 5 6 7 8 9 10. ചേട്ടൻ പുറത്തുള്ള ആരെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്യിക്കാവോ? പുറത്തുള്ള ആളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കണം. ഓക്കെ. 2 3 4 5 6 7 8 9 10. ഓക്കെയാണ്. ഓക്കെ. ഇനിയിപ്പോ ഇതിപ്പോ എത്ര പേര് കൗണ്ട് ചെയ്തു? ഇതിപ്പോ താങ്കൾ കൗണ്ട് ചെയ്തു, ഞാൻ കൗണ്ട് ചെയ്തു, പുറത്തുള്ള ഒരാൾ കൗണ്ട് ചെയ്തു. ഓക്കെ. എങ്ങനെയാണെന്ന് അറിയോ ചേട്ടാ? ഇതിപ്പോ 1 അല്ലേ? ഞാൻ അടുത്ത താഴത്ത് വെച്ച് ഇങ്ങനെ ഇതിങ്ങനെ ഫുൾ ഒന്ന് കൗണ്ട് ചെയ്യാം എല്ലാം എടുത്തിട്ട്. ഓക്കെ. ഒന്ന് ഓൾറെഡി വെച്ചു. ഒന്ന് വെച്ചു. താഴെ ഇങ്ങനെ വെക്കണോ? തിരിച്ചു വെക്കണം. 2 വെച്ചു, 3 വെച്ചു, 4 വെച്ചു, 5 വെച്ചു, 6 വെച്ചു, 7 വെച്ചു, 8 വെച്ചു, 9 വെച്ചു, 10 വെച്ചു. ചേട്ടൻ ഇഷ്ടമുള്ള ആരെങ്കിലും പോക്കറ്റിലൊന്ന് വെക്കാൻ പറയും. ഇഷ്ടമുള്ള ആരുടെയും പോക്കറ്റുള്ള ആരാളെ പോക്കറ്റിൽ ടീം തന്നെ ഉണ്ടെന്ന് ഇവിടെ വെച്ചു പോക്കറ്റില്. ഇപ്പൊ അവിടെ എത്ര കാർഡ് ഉണ്ട്? 10 കാർഡ്. ഇനിയിപ്പോ എന്താണ്? ഒരാൾ ഇതിനൊരു കാർഡ് ചൂസ് ചെയ്യണം. ഇഷ്ടമുള്ള ഒരാൾ കാർഡ് ചൂസ് ചെയ്യണം. ഒരു കാർഡ് ചൂസ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ ഇഷ്ടമുള്ള ആർക്കെങ്കിലും സ്റ്റോപ്പ് പറയാം. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്റ്റോപ്പ് പറയാം. ഈ താഴത്തെ കാർഡ് എടുക്കണം. അപ്പൊ ആരാ സ്റ്റോപ്പ് പറയണേ? ഞാൻ സ്റ്റോപ്പ് പറയാം. ഓക്കെ. സ്റ്റോപ്പ്. ഓക്കെ. കാർഡ് നമ്പർ കൊച്ചത്തി പറഞ്ഞ നമ്പർ 3. അപ്പോൾ ഇപ്പൊ എത്ര കാർഡ് ഉണ്ട് അവിടെ ചേട്ടൻ്റെ കയ്യിൽ? 10 കാർഡ്. അപ്പോൾ 10 പ്ലസ് ഇത് എത്ര നമ്പർ? 3. അപ്പോൾ 10 പ്ലസ് 3 13. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1 2 3 ഇപ്പൊ 3 കാർഡ് അങ്ങോട്ട് പോയി ചേട്ടൻ്റെ പോക്കറ്റിലോട്ട്. ആ ചേട്ടൻ്റെ പോക്കറ്റിലോട്ടോ? ഒന്ന് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ചേട്ടാ. 5 6 7 8 9 10 11 12 13. ഗംഭീരം. പൊളിഞ്ഞില്ല. മാറ്റി വെച്ചിരിക്കുകയാണ്. കൊള്ളാം. ഗംഭീരമായിട്ടിരിക്കുന്നു. വെൽ ഡൺ മൈ ബോയ്. ശിഷ്യനാണോ? ഓക്കെ. എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ചീട്ടും കൊണ്ടോട്ടമാണ് ഗെയിം. ഈ ഗെയിം എന്താണെന്ന് ജോബിന് മനസ്സിലായോ? 4 പേര് ഒന്ന് വരാമോ? 3 പേര്. 4 പേര് ടോട്ടൽ നിൽക്കുന്നു. ഇപ്പൊ ആ തൊപ്പി ഒന്ന് മാറ്റാം. ഇത് തലയിലോട്ട് വെച്ചോ. ഇതേതാണ്? ആട്ടിൻ കെ. ഇതേതാണ്? ഡയമണ്ട് ക്യൂൻ. ഡയമണ്ട്. ഓക്കെ. ഇതേതാണ്? ഓക്കെ. കിങ്സ്. ക്ലാവര്. ജോബിനെ 80 സെക്കൻഡാണ് നമ്മുടെ സമയം. ചീട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ ചിഹ്നങ്ങളും നോക്കി നമ്പർ നോക്കണ്ട. ഓരോ ചിഹ്നങ്ങളും കറക്റ്റ് ആയിട്ട് 80 സെക്കൻഡിനുള്ളിൽ കൊടുത്തു തീർക്കുക. ഓക്കെ. തുടങ്ങി. 80 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. മാക്സിമം സ്പീഡിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പീഡിൽ 80 സെക്കൻഡാണ്. 80 സെക്കൻഡിനുള്ളിൽ കൊടുത്തു തീർക്കണം ജോബിനെ. മാക്സിമം സ്പീഡിൽ 80 സെക്കൻഡാണ് സമയം. സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 80 സെക്കൻഡാണ് സമയം. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 20 20 20 20 20 20 30 30 30 30 30 30 40 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 80 സെക്കൻഡേ ഉള്ളൂ. 50 കഴിഞ്ഞു. 80 സെക്കൻഡാണുള്ളത്. 80 സെക്കൻഡാണുള്ളത്. സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. മാക്സിമം സ്പീഡില്ല. 20 സെക്കൻഡ്. 10 സെക്കൻഡ്. 10 സെക്കൻഡ്. 5 സെക്കൻഡ്. 5 സെക്കൻഡ്. 5 സെക്കൻഡ്. 4 സെക്കൻഡ്. 2 സെക്കൻഡ്. 1 സെക്കൻഡ്. സാരമില്ല. എന്നാലും ഈ ഒരു മനസ്സ്, ഇതാണ് കൊച്ചിക്കാരുടെ മനസ്സെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി ജോബിന് കൊടുക്കണം. ഈ മനസ്സിന്, ഈ ചങ്ങാതിക്ക് നല്ലൊരു കയ്യടി. അതായത് ഗംഭീരമായിട്ട് കളിച്ചു. ആ ഒരു എനർജി കളയാതെ ഗെയിം കളിച്ചു. ഏതായാലും വളരെ സന്തോഷം. ഒരുപാട് നന്ദി. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഇനിയും നമുക്ക് 3 കണ്ടസ്റ്റൻ്റ് കൂടെ ഉണ്ട്. കാരണം ജോബിൻ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. അതിന് ഫോട്ടോച്ചുകാരുടെ അഭിമാനം തന്നെയാണ് നമ്മുടെ ജോബിൻ. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു കയ്യടി നമുക്ക് ജോബിന് കൊടുക്കാം. അടുത്ത ഗെയിമിലേക്ക് പോകാം. പക്ഷെ അടുത്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനു മുന്നേ കൊച്ചിയിലെ ഒരു പയ്യൻ ഇന്ന് ഇവിടെ തകർക്കാൻ പോവുക. മുടുക ചക്രമുത്തേങ്ങ വന്നേ. അടിപൊളി. എന്താ പേര്?
ആനന്ദ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഏതായാലും ആനന്ദിന്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുക്കാം. നല്ലൊരു കൈയടി. ആനന്ദേ, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിട്ട്. ഈ തൊപ്പി അഴിച്ചു കളഞ്ഞാണോ തൊപ്പി പോയതാണോ? ഇടയ്ക്ക് പോയതാ, കൈ നിട്ടോ അല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ PG സ്റ്റുഡൻ്റാണ്. PG പഠിച്ചു. ഓക്കെ, ഇനി ജോലിക്ക് വേണ്ടി ശ്രമം നടത്തുന്നല്ലേ? ഓക്കെ, പിന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുക്കണം. 3 പേരോട് നിപ്പുണ്ട്. അടുത്ത ചോദ്യം, ഇനിഷ്യലുള്ള ഒരു മൃഗമുണ്ട്. ഏതാണ്? പെട്ടെന്ന് പറയൂ. ഇനിഷ്യലുള്ള ഒരു മൃഗം. ചിമ്പാൻസി. തീർച്ചയായിട്ടും ശരിയാണ്. ദിപിനാണ് സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് അല്ലേ? നന്നായിട്ട് പാടി. 2 പേരോട് പാടാവോ? ഒന്നുകൂടെ പിടിച്ചു നോക്കി കിട്ടും. ചുമ്മാ നോക്ക്, പാടിയല്ലേ? സൂര്യ വേണ്ട, സൂര്യയുടെ മുഖമൊക്കെ മാറി. എന്നാലും നോക്കി 1-2 പേരോട് പാട്. दिल को बना दे जो बदंग सांसें तेरी वो हवाएं हैं, आए जैसे रात ऐसा कोई खुश नसीब है, चाहे जिसे दूर से दुनिया तू मेरे करीब है, जितना कुछ कहना है फिर भी ये दिल में संभाल गई, सपनों में जो रूस कहा है जो फिर से कहूँ या नहीं, आँखों में तेरी अजब सी अदाएं हैं, हो आँखों में तेरी अजब सी अदाएं हैं, दिल को बना दे जो ചിരിക്കുന്നുണ്ടായിരുന്നു. സൂര്യക്ക് ചമ്മലുണ്ടായിരുന്നു അല്ലേ?
തെറ്റിക്കുമെന്നുള്ള പേടിയായിരുന്നല്ലേ? വെറുപ്പിക്കുമെന്നല്ലേ? പാട്ട് പാടാറുണ്ടോ? ഇന്നും പാട്ട് പാടി കേൾപ്പിക്കൂ. ഞാൻ പാട്ട് പാടില്ല. അല്ല, മോളെ പാട്ട് പാടി കേൾപ്പിക്കൂ. പാട്ടിലാണോ വീണേ? പാട്ടിൽ വീണില്ല. ഓക്കെ, അല്ല മോള് പാടൂല, അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പണിപ്പെട്ടിയിൽ നിന്ന് ഏത് ഗെയിമാണ് നമുക്ക് വെച്ചിരിക്കുന്നത് നോക്കണം. എങ്കിൽ മാത്രമേ ഇത് കളിച്ചിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗെയിമിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. 120 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിൻ്റെ സമയം അല്ലേ? 120 സെക്കൻഡ് കൊണ്ട് ഏതായാലും ഗെയിം വിജയിക്കാൻ നമുക്ക് ശ്രമം നടത്താം. ഏത് ഗെയിമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഗെയിമിന്റെ പേരാണ് അയ്യോ പോവല്ലേ. 120 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഈ ഗെയിം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത്. ഇവിടെ കേറി നിൽക്കുക, ബോൾ എടുക്കുക, എറിയുക, ബാസ്ക്കറ്റിൽ പിടിച്ചിട്ട് ബാസ്ക്കറ്റിലിടുക, എറിയുക, പിടിക്കുക, ബാസ്ക്കറ്റിലിടുക. 120 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഗെയിം പൂർത്തിയാക്കണം. 1000 രൂപയാണ് ഇതിനുള്ള സമ്മാനം. അടുത്ത ഗെയിമിലേക്ക് പോകാനുള്ള സാധ്യതയും. ഏതായാലും നമുക്ക് ഗെയിം തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. 120 സെക്കൻഡുകൾ കൊണ്ടാണ് നമുക്ക് ഈ ഗെയിം തീർക്കേണ്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ബിബിനാണ് ഇന്ന് സൂപ്പർ ബമ്പറിൽ മത്സരിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിമാണ് അയ്യോ പോവല്ലേ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, സെക്കൻഡാണ്. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 30 സെക്കൻഡ്, 120 സെക്കൻഡ് കൊണ്ട് മാക്സിമം 10 ബോളുകളാണ് നിങ്ങൾ അതിനകത്തുള്ളത്. എത്രയാണ്? 50 സെക്കൻഡ് കഴിഞ്ഞു. 120 സെക്കൻഡാണുള്ളത്. 60 സെക്കൻഡ് കഴിഞ്ഞു. ഇന്ന് പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഓക്കെയാണ്. ആദ്യം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ. ഓക്കെ, റൈറ്റ്. ഓക്കെ, തീർച്ചയായിട്ടും. 70 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 120 സെക്കൻഡിനുള്ളിൽ 10 ബോൾ ഇട്ടാൽ മതി. 80 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. പതുക്കെ മതി. ഓ, 30 സെക്കൻഡ് ബാക്കിയുണ്ട്. 30 സെക്കൻഡാണ് ബാക്കിയുള്ളത്. 10 ബോളാണ് വേണ്ടത്. പത്ത് സെക്കൻഡ് കൂടെ ഉണ്ട്. 10 സെക്കൻഡ്, 10 സെക്കൻഡ്, 10 സെക്കൻഡ് കൂടെ ഉണ്ട്. ഫിനിഷ്. ഇവനെ ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? സൂര്യയുടെ പുറകെങ്കിലും ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, അടുത്തു. നമുക്കിനി ബോള് എണ്ണി നോക്കാം. സൂര്യ 1 2 3 4 5 6 7 8 9 10. 11 ബോളാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവനെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. ശരിക്കും ഓടിയല്ലേ? നല്ലൊരു എക്സസൈസ് ആയിരുന്നു. ഓക്കെ, ഒന്ന് തകർത്തു. ഓക്കെ, എന്തായാലും ഞാൻ ചോദിക്കും, ഇതുപോലെ റിസ്ക് എടുത്തിട്ടുണ്ടോ ഇതിനു മുന്നേ? റിസ്ക് സ്പോർട്സിലൊക്കെ എടുത്തിട്ടുണ്ട്. സ്പോർട്സിലുണ്ടായിരുന്നു. ഇത്ര റിസ്ക് ഇല്ലായിരുന്നു. ഈ റിസ്കോ? ഇത് റിസ്ക് അല്ല. ഓടേണ്ടി വന്നിട്ടില്ല. അത്രയും ഓടേണ്ടി വന്നിട്ടില്ല. ഏതായാലും ജീവിതത്തിൽ ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്താലേ വിജയിക്കുള്ളൂ എന്ന് മനസ്സിലായി. വിജയിക്കുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും ഉള്ളൊരു കോഴ്സാണ്. വിജയത്തിൽ വിജയിക്കണമെങ്കിൽ ലക്ഷ്യം വേണം. ലക്ഷ്യം ഉണ്ടെങ്കിൽ വിജയിക്കത്തുള്ളൂ. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? തീർച്ചയായിട്ടും. ദിപിൻ ഭയങ്കരമായിട്ട് ക്ഷീണിതനാണ്. അടുത്ത ഗെയിമിലേക്ക് പോകണം. ഓടി മടുത്തിരിക്കുകയാണ്. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ഓക്കെ, ദിപിനാണ് നമ്മുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദിപിനെ, കാര്യങ്ങളൊക്കെ സംഭവം മനസ്സിലായില്ലേ? എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. ഏത് ഗെയിമാണ് നമുക്കുള്ളതെന്ന് നോക്കാം. 2000 രൂപയുടെ ഗെയിമാണ് ദിപിൻ കളിക്കാൻ പോകുന്നത്. സൂര്യയുടെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം അല്ലേ? പറഞ്ഞോ. വെള്ളം കുടിച്ചോടെ ഇനി ഇടയ്ക്ക് ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വന്നു. ദാഹിച്ചായിരുന്നല്ലേ? ഓക്കെ, അതിനു മുമ്പ് നമ്മൾ തമ്മിലൊരു കടമുണ്ടല്ലേ? 1000 രൂപയുടെ കടമുണ്ട്.
അത് തീർച്ചയായിട്ടും തരാം. ആർക്ക് കൊടുക്കണം? ഓക്കെ, ഇതിന്റെ ഭാവി വധുവാണ് സൂര്യ. സൂര്യക്ക് സമ്മാനം, ആദ്യത്തെ സമ്മാനം താങ്കൾ തന്നെ കൊടുത്തോളൂ. 1000 രൂപയാണ് അടിച്ചിരിക്കുന്നത്. നല്ലൊരു കൈയടി. ഓക്കെ, ഏതായാലും അടുത്ത ഗെയിം നമ്മൾ കളിക്കാൻ തയ്യാറാണ്. അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. പണിപ്പെട്ടിയിൽ എന്ത് പണിയാണ് ദിവിനെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം അല്ലേ? റെഡി? അടുത്ത ഗെയിം തുടങ്ങാം. പിടിച്ചോ. ദിവിനെ അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലേ? വാങ്ങോ. ബമ്പർ അടിക്കാൻ സാധ്യതയുണ്ട് ഈ പോക്കാണെങ്കിൽ. എന്തുകൊണ്ടോ? അല്ല, ബമ്പർ അടിക്കണമെന്ന തീരുമാനത്തോടെ തന്നെ വന്നത്. ആണോ? ലക്ഷ്യം അതായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. ലൈഫിൽ പോസിറ്റീവ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ചിന്തയാണ്. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഗെയിം എന്തായിരുന്നു? ദാ പിടിച്ചോ. എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അവിടെ 1, 2, 3, 4 തൂണുകൾ നാട്ടിയിട്ടുണ്ട്. 120 സെക്കൻഡ് ആയിരുന്നു നമ്മൾ ആദ്യത്തെ ഗെയിം. രണ്ടാമത്തെ 20 സെക്കൻഡ് കുറഞ്ഞിട്ട് 100 സെക്കൻഡിൽ നമുക്ക് ആ ഗെയിം തീരും. 2000 രൂപയാണ് സമ്മാനം കിട്ടുന്നത്. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 100 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിന്റെ സമയം. നമ്മളിവിടെ കളിക്കുന്നത് ദിബിനാണ്. 100 സെക്കൻഡ് കൊണ്ട് 4 റിങ് ആ പോസ്റ്റിനകത്ത് ഇട്ടുക കേട്ടോ. ദിബിനെ അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അതെ, 100 സെക്കൻഡാണ്. 100 സെക്കൻഡാണ് നമ്മുടെ സമയം. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിനുള്ളിൽ 4 എണ്ണമാണ് ഇടേണ്ടത്. 100 സെക്കൻഡ്. 2 എണ്ണം വിട്ടു. 2 എണ്ണം വിട്ടു. 20 സെക്കൻഡ് കഴിഞ്ഞു. 3 എണ്ണം. 4 എണ്ണം. സിമ്പിള്. ഓക്കെ, നല്ലൊരു കൈയടി ദിബിന്. നല്ലൊരു കൈയടി. ഓക്കെ, അപ്പോൾ ദിബിൻ 2000 രൂപയുടെ ഗെയിമും വിജയിച്ചിരിക്കുകയാണ് അല്ലേ? സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ഇത് ഇത്തിരി കൂടെ എളുപ്പമായിരുന്നു എന്നല്ലേ? നമ്മുടെ ഓട്ടത്തിനേക്കാളും കുഴപ്പമില്ല. ഇത് സിമ്പിളായി. ബോഡി അധികം അനങ്ങിയിട്ടില്ല. മറ്റേതായിരുന്നു നമ്മുടെ ഓട്ടോ ആയിരുന്നു മെയിൻ പ്രശ്നം. വർക്ക് ചെയ്തോണ്ടേ. ഓക്കെ, എന്തായാലും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു. എന്തായാലും ദിബിന് അടുത്ത ഗെയിമിലേക്ക് പോവല്ലേ? ഇതിന്റെ പൈസ തരുന്നില്ല. കാരണം അടുത്ത ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ ഇതിന്റെ പൈസ കിട്ടത്തുള്ളൂ. 25 വാങ്ങിക്കോ. അത് മതി. അപ്പൊ ഓക്കെ ആണല്ലോ പ്രൊഡ്യൂസറെ? 25 ഒരുമിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതായിരിക്കും പുള്ളിക്ക് സൗകര്യം. പുള്ളി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണല്ലേ? ഏതായാലും ഈ ഗെയിം ഏതാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതാണ് ഗെയിം? പുടവ കൊടുക്കൽ. മനപ്പുറം കൊണ്ടിട്ടാണ് അതിൻ്റെ അത്. പുടവ കൊടുക്കൽ. ഏതായാലും പുടവ കൊടുക്കൽ എന്താണെന്ന് നമുക്കറിയാം. ഈ ഗെയിമിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പം എന്താണ് പുടവ കൊടുക്കൽ? എന്താണ് ശരിക്കും പറഞ്ഞത്? എന്താണ് പുടവ കൊടുക്കൽ? എനിക്കറിയില്ല. അറിയില്ല. അല്ല, അറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണമല്ലോ. എന്താണ് പുടവ കൊടുക്കൽ എന്ന് പറയുമ്പോ? വിവാഹത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്ത് സംഭവം? ആ സംഭവം എന്താണെന്ന് പറയൂ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ ആവുന്നത്. എന്താണ് പുടവ കൊടുക്കൽ? കല്യാണ സമയത്ത് വധുവിന് നമ്മൾ സാരി കൊടുക്കുന്ന ഒരു ചടങ്ങ്. സാരി കൊടുക്കുന്ന അറിയാം. ഇവിടെ എന്താണ് പുടവ കൊടുക്കൽ? അപ്പോൾ ശരിക്കും പറഞ്ഞാല് അറിയത്തില്ല. ഓക്കെ, അപ്പം എന്താണ് പുടവ കൊടുക്കല്? സാരി കൊടുക്കുന്നത്. സാരി ഇപ്പൊ ചുരിദാർ കൊടുത്താലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അപ്പം ഇവിടുത്തെ പുടവ കൊടുക്കൽ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. എന്താണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ഗസ് ചെയ്യാവോ? ഇവിടെ എന്താണ് പുടവ കൊടുക്കൽ എന്ന് അറിയില്ല. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. പുടവ കൊടുക്കൽ. ഏതായാലും പുടവ കൊടുക്കൽ എന്താണെന്ന് ഏകദേശം ഇപ്പം മനസ്സിലായി കാണും അല്ലേ? നമുക്ക് 80 സെക്കൻഡാണുള്ളത്. 80 സെക്കൻഡിനുള്ളിൽ ഓരോ പുടവ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. 80 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ്? ഓരോന്ന് കൊടുത്താൽ മതി. ഒരുപാട് പുടവ കൊടുക്കരുത്. നമ്മൾ ഒരാൾക്കേ പുടവ കൊടുക്കാമല്ലോ. ഇപ്പം വേണേൽ 3 പേർക്ക് കൊടുത്തു. ഓരോന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് 3 പേർക്കും കൊടുക്കുക. അപ്പൊ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പുടവ കൊടുക്കൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി, സ്റ്റാർട്ട്. നേരെ ഫോഴ്സിലിട്ട് ബാലൻസ് കിട്ടി. ഓക്കെയാണ്. റെഡി, കൈയടിക്കുക. പുടവ കൊടുക്കൽ സെക്കൻഡ് 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. മാക്സിമം ഫോഴ്സ് കൂടി പോകേണ്ട. ബാലൻസ് ചെയ്ത ഓക്കെയാണ്. ബാലൻസ് 20 സെക്കൻഡ് കഴിഞ്ഞു. നേരെ ബാലൻസ് കിട്ടി. ഓക്കെ റെഡി. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്.
40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. അല്ല കൂട്ടില്ല. 40 സെക്കൻഡ് കഴിഞ്ഞു. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുക. നിവർത്തിയിടണം. 60 സെക്കൻഡ് കഴിഞ്ഞു. തീർച്ചയായിട്ടും വിജയിക്കുകയാണ്. സന്തോഷമായി ഗോപിയേട്ട. അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാണോ? തയ്യാറാണ്. അപ്പം നമ്മളിനി കടമുണ്ടല്ലേ, കടം തീർക്കണം. അപ്പം 1000 രൂപ മുന്നേ തന്നിട്ടുണ്ട്. ഇനി 2000 രൂപയുടെ ഞാൻ തരണം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും 2000 രൂപയുടെ തരാം. ഇപ്പോൾ ടോട്ടൽ 3000 രൂപ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ചില്ലറയായിട്ട് വേണം? വേണ്ട, ഒത്തിനോട്ട് മതി. ഓക്കെ, ടോട്ടൽ 3000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്യും ഈ പൈസ കൊണ്ട്? എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പൈസ കൊണ്ട് നല്ല കാര്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യം മീൻസ് ഒന്ന് പറയും. ഫ്ലഡ് റിലീഫിലേക്ക് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഉള്ള ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഫ്ലഡ് ഒക്കെ തുടങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഫ്ലഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പലയിടത്തും നിൽക്കുന്നുണ്ട്. പലയിടത്തും ഒരുപാട് പേരുണ്ടല്ലേ. അതിലും നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കളിയിൽ വിജയിക്കണം, കളിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ഗെയിമിലേക്ക് പോകണം. അതിനു മുമ്പേ അടുത്ത ഗെയിം നമുക്ക് ഏതാണെന്ന് നോക്കേണ്ടതുണ്ടല്ലേ. ഏതായാലും പണപ്പെട്ടി നമുക്ക് അടയ്ക്കാം. ഇനി പണിപ്പെട്ടി തുറക്കാം. ദിവനെ അടുത്ത ഗെയിം ഏതാണ്? ബലൂൺ അമ്പ്. ബലൂൺ അമ്പ്. ദിവനെ അപ്പോ 5000 രൂപയ്ക്കുള്ള വേണ്ടിയുള്ള കളിയാണ് നമ്മൾ അടുത്ത് കളിക്കാൻ പോണത്. ബലൂൺ അമ്പ്. ബലൂൺ അമ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ബലൂൺ കൊണ്ട് 3 എണ്ണത്തിനെ വീഴിക്കണം. അതായത് ഇവിടെ കയറി നിൽക്കുക. 60 സെക്കൻഡിനുള്ളിലാണ് നമ്മൾ ഈ ഗെയിം തീർക്കേണ്ടത്. വീർപ്പിക്കുക. വീർപ്പിച്ചതിന് ശേഷം നേരെ അമ്പ് ചെയ്ത് വീഴ്ത്തുക. റെഡി അല്ലേ? ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ കോൺഫിഡന്റ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. അമ്പെയ്ത്ത് തുടങ്ങിയാണ്. ദിബിൻ വീർപ്പിക്കുക, കെട്ടുക. കയ്യടി പോരാ, ആഞ്ഞു പിടിച്ചേ. അതെ, വലിച്ചു പിടിച്ചോ. അതീവ കോൺഫിഡന്റോട് കൂടിയാണ് ദിബിൻ കളിക്കുന്നത്. സൂപ്പർ ബമ്പർ. സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, വലിച്ചിട്ട് പോകും. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. 50 സെക്കൻഡ് കഴിഞ്ഞു. അതന്നെ എടുക്കാം. ഒരെണ്ണെങ്കിലും പിടിക്കുക. അങ്ങേറ്റത്ത് പിടി, അങ്ങേറ്റത്ത്. 60 സെക്കൻഡ്. 5 സെക്കൻഡ് ബാക്കി. അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിമിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങൾ ലൈഫിൽ ഒരുപാട് അംബിഷൻ ഉള്ള ആളാണ്. അതിനേക്കാൾ ഉപരി ഒരുപാട് കോൺഫിഡൻ്റ് ഉള്ള ആളാണ്. അതിനേക്കാൾ ഉപരി ഒരുപാട് മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഗെയിമൊക്കെ ഇങ്ങനെ നടക്കുന്നേ, ലൈഫിൽ എന്തെങ്കിലും ഗെയിം വരുന്നു, ഇതൊന്നും ഒരു പ്രശ്നമല്ല. കൊച്ചിയുടെ വിരുമാറിൽ നമ്മൾ നിൽക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ പുലിക്കുട്ടികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഏതായാലും ഇവിടെ വരാനും സൂപ്പർ ബമ്പറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ചിത്രീകരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമല്ല, ചാരിതാർത്ഥ്യമല്ല, അഭിമാനം തന്നെയാണുള്ളത്. ചങ്ക് പറിച്ചു തരുന്ന കൊച്ചിക്കാരുള്ള ഈ സ്ഥലത്ത് വരാൻ ഇവിടെ ഒരുപാട് അഭിമാനമുണ്ട്. ഇനിയും വരും നിങ്ങളോടൊപ്പം. അപ്പോൾ നമുക്ക് പൊളിക്കല്ലേ, തകർക്കാം. ഒന്നും നോക്കണ്ട, കൊച്ചി വന്നു, തകർത്തു. വേറെ ഒരു സ്ഥലത്തും കിട്ടാത്തൊരു എനർജി കൊച്ചിയിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു നുണ പറയുന്നതല്ല, മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ്. കൊച്ചിയുടെ ആ ഒരു ബലം എന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും കിട്ടാത്ത ഒരു ബലം, അത് ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ളതാണ്. അഭിമാനത്തോടെ പറയാണ്. ഏതായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. കൊച്ചിയിൽ വന്നാൽ എപ്പോഴും ഒരു പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത്. നമുക്ക് പാടാം. അതിനു മുമ്പ് ഇവിടെ വിജയികൾക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കാം. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുണ്ട്. ഇത് ZTV സ്നേഹത്തോടു കൂടി തരുന്ന ഒരു സമ്മാനമാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ടീം എന്തിയേ മച്ചാനെ, ഓടി വാ. പേരെന്ന് പറഞ്ഞേ? അനീഷ് എന്നാണ് പേര്. ഏതായാലും നമുക്ക് കൊച്ചിയുടെ സ്പെഷ്യൽ അങ്ങ് പൊളിക്കാം അല്ലേ?
എന്തായാലും എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ കൊച്ചിയുടെ സ്പെഷ്യലാണ്. എന്താണ് ഓരോ പാട്ടും ഓരോ സിറ്റുവേഷനിലും ഓരോ മൂവ്മെന്റും കൊച്ചിക്ക് സ്പെഷ്യലാണ്. സ്പെഷ്യലാണ് തീർച്ചയായിട്ടും. അതാ ഞാൻ നിങ്ങളിപ്പോ നിൽക്കുന്നത് തന്നെ കൊച്ചിക്ക് സ്പെഷ്യലാണ്. തീർച്ചയായിട്ടും അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ വന്നതും. തീർച്ചയായിട്ടും 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 അത് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ തൊട്ട ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയത്. ഏതായാലും നമുക്ക് പൊളി തുടങ്ങാം. റെഡി സ്റ്റാർട്ട്. ആകെ ചുറ്റിലകത്തിനകത്തിരു കത്തണമൈത്തനകത്തിരു മുത്തബിയുള്ള ജന്മദനൂറ് മുഹമ്മദ് റാഗിയ ആലം മക്കളിലൊക്കെ വികക്കര് കക്ക വിളക്കൊളി മുക്കിയ മക്കന കക്കത് നാഗാപ്പതിയില്ലാതെ നബീനല്ല പടച്ചാരേ നാരി ഹവ്വാ ബീബി രണ്ടാളും ഒരുമിച്ചാരേ ഏകപ്പഴം തിന്നന് തോനറിയുന്നറിയിച്ചാരേ എന്നെ പൂറകെ മധുഹൂനവിനെന്ന് ചതിച്ചാലേ വന്നൊത്ത് നിന്നൊത്ത് എന്താണ് ഇപ്പോഴും നിങ്ങളിരുത്ത് തിന്നാത്ത് ജന്നത്ത് തന്നിലുള്ള കനിയൊക്കെ ഹീലും മിക ജാതിയാണവർ നാഥനെ തുടരാതരാമണി ജാതി എന്നും പാടി അമ്മുശീലവരാടി ചെന്ന് പഴം പൊറിച്ചൂടി വന്നു മുറിച്ചവർ കൂടി തിന്നവർ തന്നോട് ചങ്കുലുളുങ്കിയും മങ്കയിളങ്കി വിളങ്കി വിശുങ്കിയും ആകെ ചുറ്റിലകത്തിരി മെത്തനകത്തിരി കത്തണമൈത്തിരി മെത്തനകത്തിരി മുത്തനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദ് റാഗിയ ആലം മക്കളിലൊക്കെ മുഖക്കരുകത്തെ വിളക്കൊളി മുക്കിയ മക്കന കക്കത ശിക്ക ഹബീബുള്ള. ചിരി അമൃതാണ്, അമൂല്യമാണ്. ചിരിച്ചാലും ഭരിക്കും, ചിരിച്ചില്ലെങ്കിലും ഭരിക്കും. നമുക്ക് ഒരു ചിരി ആർക്കെങ്കിലും സമ്മാനിക്കാം. ഒരു ദിവസത്തിൽ ഒരു പുഞ്ചിരി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഒരുപാട് സമ്മാനങ്ങളും സൂപ്പർ ബമ്പറുകളുമായി ഞങ്ങളുണ്ടാവും. സി സൂപ്പർ ബമ്പർ.